ഈശ്വര ഐസേട്ട് വെച്ചിട്ടില്ലേ? വെച്ചിട്ടില്ല. ആഹാ, ഇവൻ അടി നിർത്തിയേ. മക്കളെ, ചുമ്മാ ഇരിക്കുമ്പോ നിങ്ങൾക്ക് ഇത്തിരി ഐസൊക്കെ നിറച്ചു വെച്ചൂടെ? വന്ന് വന്ന് മക്കൾക്ക് മണിയങ്കലിനോട് തീരെ സ്നേഹമില്ലാണ്ടായി. ഇവിടെ ഇന്ന് ഡ്രിങ്ക്സ് കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ നാക്കുണ്ടായിരുന്നല്ലേ? തമാശയൊക്കെ പറയാറിയാലേ? തമാശയല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വാള് പറയാൻ എന്നോട് വയ്യ. ഇനി നീ വാള് വെക്കുമ്പോ ഞാൻ കോരാടാ. അപ്പൊ ടാലിയായില്ലേ? മഞ്ജുനാഥിന്റെ സ്ഥലം വിറ്റിട്ട് എന്ത് തടഞ്ഞ്? അറിഞ്ഞിട്ടിപ്പൊ എന്തിനാ? എന്റെ കമ്മീഷൻ. അങ്ങനെ അപ്പുറത്തെ പറമ്പിലെ പുല്ല് കണ്ടിട്ട് ഇപ്പൊ പശുവിനെ വളർത്തണ്ട. അപ്പുറത്തെ പറമ്പിൽ പുല്ലുണ്ടെന്ന് പറഞ്ഞു തന്നത് ഞാനാടോ. ഉളുപ്പ്. എന്താ? മീൻകറിക്ക് ഇത്തിരി ഉപ്പ് കൂടിന്ന് പറഞ്ഞേ ഉള്ളൂ. ഇതിന്റെ ഇടയിൽ എങ്ങനെ ഈ ഉളുപ്പ് കയറി വന്നേ? ഡ്രിങ്കിങ് എടു. ഇനി സത്യം പറ, സ്ഥല കച്ചവടത്തിൽ നിന്ന് എന്ത് തടഞ്ഞു? ഏത് സ്ഥലക്കച്ചവടം? സത്യം പറയാൻ ഒരു 10 പൈസ കിട്ടി. ശരി, വേണ്ട, അടുത്ത പെഗില് ഞാൻ പറയിപ്പിച്ചോളാം. ഹലോ, നിനക്ക് 30th മോർണിംഗ് വല്ല പരിപാടി ഉണ്ടോ? ഇല്ല. എന്ത് പറ്റി? എന്നാ എന്റെ കൂടെ പാസ്പോർട്ട് ഓഫീസ് വരെ ഒന്ന് വരുമോ? ഒരു കമ്പനിക്ക്. പിന്നെന്താ? ഓക്കെ സെറ്റ്. ക്ലോസറ്റിൽ ലാസ്റ്റ് ആ പിശുക്കനോണൊക്കെ മേടിച്ചു തന്നൂല്ലേ? എന്റെ രൂപ 6000 പോയി. നിനക്ക് ചേർന്ന ആളാണല്ലോ. എന്തായാലും അയാൾ അത്രയും മോശമല്ല ഞാൻ. താനെന്തിനാ അതിന്റെ പുറത്ത് ഇരിക്കുന്നത്? അവിടെ ഇരുന്ന് കഴിക്കാൻ പാടില്ല ആ ചിടുങ്ങ് പറഞ്ഞു. ഇവിടെ ആകുമ്പോ പിന്നെ എന്താവാലോ? അങ്ങനെ ഇപ്പൊ ഇവിടെ എല്ലാം ആക്കണ്ട. ക്ലോസറ്റ് ഫിറ്റ് ചെയ്തിട്ടില്ലേ? ഞാനൊരു ചവിട്ടിയാലുണ്ടല്ല. അതെ, നീ ആ കൊടുത്ത കേസ് പിൻവലിക്കാൻ പറഞ്ഞിട്ട് ആ ഇളയപ്പൻ ഏതേരം വിളിയോട് വിളിയാ. കേസ് കാരണം കൊണ്ട് അയാൾക്ക് പാസ്പോർട്ട് കിട്ടില്ലാന്ന്. അങ്ങനെ എന്റെ വീടിന് കല്ലെറിഞ്ഞിട്ടേ അയാൾ അമേരിക്ക പോയി കല്യാണം കൂടി സൂയിക്കണ്ട. സംഭവം 307 അറ്റംപ്റ്റ് മേഡർ. കുറച്ച് നടക്കട്ടെ. സത്യം പറയടാ, നിന്റെ വീടിന് കല്ലെറിഞ്ഞ് നീ തന്നെയാ? ഇയാൾ എന്തൊക്കെയായി പറയുന്നേ? പപ്പാനല്ലേ വീടിന് കല്ലെറിഞ്ഞേ? അപ്പൊ നീ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? വക്കീല് പറഞ്ഞിട്ട് കേസൊന്ന് സ്ട്രോങ് ആക്കാൻ. അങ്ങോട്ട് വിട്ടുകൊടുക്കടാ. കെട്ടിപ്പിടിച്ചിരുന്നിട്ട് എന്ത് കാര്യ? ചാവുമ്പോ കൂടെ കൊണ്ടുപോവാനാ? അതുകൂടെ അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആകെ ഉള്ളത് 20 സെന്റ് പാറക്കെട്ടാ. ഒരു പട്ടിക്കുറുക്കനും വേണ്ടാത്ത അത് കിട്ടിയിട്ട് എനിക്കും എന്റെ മക്കൾക്കും എന്തിനാ? നേരം തരുത്തും തൂറാനോ? അയ്യേ, ആ ഡാഷ് മോനെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ആ ഡാഷിൽ എന്താ ഫില്ല് ചെയ്യണ്ടേ? അതറിയാൻ എനിക്ക് പ്രായമായിട്ടില്ല. അതറിയാനുള്ള പ്രായം എന്റെ മാൾക്കായോ? അതെ, മമ്മിയുടെ അടുത്ത് നീ ഭയങ്കര ഓവർ ആക്ടിംഗ് ആണേ. ഇതൊക്കെ ഒരു നമ്പർ അല്ലേ? മണിയങ്ങൾ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, ചവിട്ടാടാൻ തുടങ്ങിയിട്ടുണ്ട്. മണിയങ്ങൾ ഇനി എപ്പോഴാ ഫുൾ കോസ്റ്റ്യൂമിൽ കളിക്കലേ? മണിയെങ്കില് നിന്നെ പറ്റിക്കുവോ മോളെ? ഒന്ന് പോടാ എന്റെ മോളെ. ഇത് ഇങ്ങനെ ഇരുന്നിട്ടുള്ള പരിപാടിയല്ല. ഇതിനൊരു സാധനം വേറെ ഉണ്ട്. അപ്പൊ അതിട്ട് എന്നാ വരണേ? ആ നോക്കിക്കോ, അതിട്ട് ഈ മണിയങ്കിള് ഒരു ദിവസം ഒരു വരവുണ്ട്. അന്ന് നിന്നെ ഞാൻ ഞെട്ടിക്കും. പക്ഷെ എന്നാന്ന് എനിക്കിപ്പൊ പറയാൻ പറ്റില്ല. ഇന്നല്ല, ഇന്നാണാവോ? ഇന്നല്ലേ നാളെ വരും ടോണിക്കുട്ട.